മണഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടന്നു. KPCC ജനറൽ സെക്രട്ടറി A.A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. മണഞ്ചേരിയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന കുന്നപ്പള്ളി മജീദിന്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മണഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനവും ഇഫ്താർ സംഗമവും നടത്തി. KPCC ജനറൽ സെക്രട്ടറി A.A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ പ്രവർത്തനം ആ രൂപത്തിൽ നന്നായി മുന്നോട്ട് കൊണ്ടുപോയി D. സുഗതൻ ഉൾപ്പെടെയുള്ളവർക്ക് കുന്നപ്പള്ളിയെക്കുറിച്ച് ഞാൻ പറയുന്നതിനേക്കാൾ ഏറെ പറയാനുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, ഏത് ഈ പ്രദേശത്തെ സാമൂഹ്യ പ്രശ്നവും പൊതുവിഷയവും അതിൽ ഇടപെടുന്ന ഒരു കോൺഗ്രസ് നേതാവിനെ നമുക്ക് കുന്നപ്പള്ളിയിൽ എപ്പോഴും കാണാൻ കഴിയും. എപ്പോഴും ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായി കടന്നു വരുന്ന 1988 5 ദിവസമാണ് ആലപ്പുഴ ജില്ലയിലൂടെ കടന്നുപോയി. കിഴക്കൻ പ്രദേശത്തുകൂടെ വന്ന് ആലപ്പുഴയിൽ കേന്ദ്രീകരിച്ച് ആലപ്പുഴയിൽ നിന്ന് തെക്കോട്ട് പോയി നമ്മുടെ കായംകുളത്ത് ചെന്ന് നൂറനാട് വഴി പത്തനംതിട്ട ജില്ലയിലേക്ക് കടന്നുപോയി. ഈ 5 ദിവസം ഈ ജാഥയോടൊപ്പം അനുധാവനം ചെയ്ത, ഈ ജാഥയ്ക്ക് വേണ്ടി വരുന്ന ആ പ്രക്ഷോഭ പരിപാടിക്ക് വേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുത്ത് അന്ന് മാരാരിക്കുളം പ്രദേശത്ത് നിന്നുണ്ടായിരുന്ന പല പ്രവർത്തകരുടെയും നേതൃത്വം കുന്നപ്പള്ളി വഹിക്കുന്നു. ഇത്തരം കാര്യങ്ങളിൽ വളരെ ഗൗരവം. ഇത് സംഘടനാകാര്യം. ഇനി പൊതുകാര്യമോ മഹല്ല് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിയായിരുന്ന അനേക വർഷം പഞ്ചായത്ത് മെമ്പറായി 25 വർഷത്തിലധികം, 28 ഇവിടെ വന്നപ്പോൾ കേട്ടു, ഞാൻ 25 എന്നാണ് മനസ്സിൽ കൊടുത്തത്, അതിനപ്പുറം അങ്ങനെ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന, ജനങ്ങളുടെ പിന്തുണ ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ വളരെ കുറവാണ്. കമ്മിറ്റി പ്രസിഡന്റ് B. അൻസിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് D. സുഗതൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് R. ഉണ്ണികൃഷ്ണൻ, തോമസ് ജോസഫ്, KV. മേഘനാഥൻ, MS. സന്തോഷ്, അഡ്വക്കേറ്റ് G. മനോജ് കുമാർ, KS. സാബു, KR. രാജാറാം എന്നിവർ സംസാരിച്ചു. നിറസാന്നിധ്യമായിരുന്ന കുന്നപ്പള്ളിയുടെ വേർപാട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ നഷ്ടം ഒരിക്കലും നികത്തപ്പെടാൻ പറ്റാത്തതാണ്. അദ്ദേഹവുമായി ഒരു 3 പതിറ്റാണ്ട് കാലം അടുത്തു നിന്ന് പ്രവർത്തിക്കുവാൻ അവസരം കിട്ടിയിട്ടുള്ള ആളാണ് അദ്ദേഹം. കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. അതിനപ്പുറം 28 വർഷക്കാലം ജനപ്രതിനിധി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, ആ പ്രവർത്തനം എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും ജനപ്രതിനിധികളായവർക്കും ആകാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു പാഠമായിരിക്കും. അത് 15 വർഷക്കാലം അടുത്ത് നിന്ന് കാണാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ ദീർഘകാലം പടിഞ്ഞാറേ മഹലിൻ്റെ പ്രസിഡന്റായി, മഹൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള ആളായി വിവിധ തലങ്ങളിൽ അദ്ദേഹത്തിനെ പ്രവർത്തിക്കുവാനുള്ള സൗഭാഗ്യം കിട്ടി.